പി.വി. അൻവറിന്റെ ആരോപണമൊന്നും ഏറ്റില്ല. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന് ഡി.ജി.പി റാങ്ക് കിട്ടും. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന് ഡി.ജി.പി ആകാൻ തടസ്സമില്ല എന്നതാണ് വസ്തുത. ഈ വിജിലൻസ് അന്വേഷണവും അതിവേഗം തീരും. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച ചേർന്ന ഐ.പി.എസ് സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത്. തൃശൂർ പൂരം കലക്കൽ, ആർ.എസ്.എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട്. ഇതെല്ലാം അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്ന തരത്തിലേക്കാണ് എത്താൻ സാധ്യത കൂടുതൽ. തൃശൂർ പൂരം കലക്കലിൽ എ.ഡി.ജി.പിയുടെ പങ്കിന് വ്യക്തമായ തെളിവില്ല. ആർ.എസ്.എസ് കൂടിക്കാഴ്ച വ്യക്തിപരവും. അതുകൊണ്ട് തന്നെ അതിലും നടപടിയെടുക്കാൻ സാങ്കേതികമായി സർക്കാരിന് കഴിയില്ല. ചീഫ് സെക്രട്ടറിയും ഡി.ജി.പിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. വരുന്ന ജൂലൈയിലുണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ ഡി.ജി.പി റാങ്കിലെത്തും. വിജിലൻസ് കേസിൽ അജിത് കുമാറിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വിജിലൻസ് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു.